ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ആൻഡ് ഓഫൻ കോഡിങ്ങിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ആൻഡ് മിസ്റ്റേക്സ് വരുന്ന ഒരു ഏരിയ ആണ്. ദാറ്റ് ഇസ് എക്സ്ക്ലൂഡ്സ് 1 ആൻഡ് എക്സ്ക്ലൂഡ്സ് 2. സോ ഫസ്റ്റ് നമുക്ക് എക്സ്ക്ലൂഡ്സ് 1 എന്താണെന്ന് നോക്കാം, എക്സ്ക്ലൂഡ്സ് 2 എന്താണെന്ന് നോക്കാം, അത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എക്സ്ക്ലൂഡ്സ് 1 ആണ്. ദാറ്റ് ഇസ് നോട്ട് കോഡഡ് ഹിയർ. സോ എക്സ്ക്ലൂഡ്സ് 1 മീൻ ചെയ്യുന്നത് നോട്ട് കോഡഡ് ഹിയർ എന്നാണ്. സോ ആൻഡ് എക്സ്ക്ലൂഡ്സ് 1 നോട്ട് ഇൻ ICD 10CM മീൻസ് the two conditions cannot be reported together. ദാറ്റ് ഇസ് അവിടെ പറഞ്ഞിട്ടുള്ള ഒരു മെയിൻ കോഡ് ഉണ്ടാവും. ആ കോഡിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി ഓഫ് കോഡിൻ്റെ താഴെയായിരിക്കും എക്സ്ക്ലൂഡ്സ് 1 പറഞ്ഞിട്ടുണ്ടാവുക. സോ ആ ഒരു കാറ്റഗറി ഓഫ് കോഡ് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കോഡിൻ്റെ കൂടെ ഈ എക്സ്ക്ലൂഡ്സ് 1 നോട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരുമിച്ച് വരാൻ പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ദ ഫസ്റ്റ് പോയിന്റ് ഇസ് ദ ടു കണ്ടീഷൻസ് കനോട്ട് ബി റിപ്പോർട്ടഡ് ടുഗെദർ. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ദേ ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഓർ വൺ കണ്ടീഷൻ ഫുള്ളി ഇൻക്ലൂഡ്സ് ദി അതർ. അതായത് ഇവർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള മെയിൻ കാറ്റഗറി ഓഫ് കോഡിൽ ഓൾറെഡി എക്സ്ക്ലൂഡ്സ് 1 പറഞ്ഞിട്ടുള്ളത് ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പിന്നെയും സെപ്പറേറ്റ് ആയിട്ട് അത് കോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. Third one, if documentation shows both, you must query or choose the correct one. സോ ഒരു ഡോക്യുമെൻറ്റിൽ രണ്ടും പറഞ്ഞിട്ടുണ്ട്, ഡോക്യുമെൻറ്റേഷനിൽ ബോത്ത് കാര്യങ്ങളും ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മളത് എൻക്വയർ ചെയ്യുക, അതുപോലെ കറക്റ്റ് വൺ ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യുക. സോ വൺ ഡയഗ്നോസിസ് റീപ്ലേസസ് ദി അതർ ആണ്. ഓൾവേസ് ഇൻ്റർപ്രറ്റ് എക്സ്ക്ലൂഡ്സ് 1 ആസ് ദീസ് ടു കനോട്ട് ഹാപ്പൻ അറ്റ് ദ സെയിം ടൈം. അതായത് എക്സ്ക്ലൂഡ്സ് 1 നോട്ടിലുള്ള കാര്യങ്ങൾ ഓൾവേസ് എക്സ്ക്ലൂഡഡ് ആണ്, അല്ലെങ്കിൽ ഇവിടെ അത് നോട്ട് കോഡഡ് ഹിയർ എന്നാണ് പറയുന്നത്. അതായത് ഈ രണ്ട് കണ്ടീഷൻസും ഒരേ ടൈമിൽ ഒരു പേഷ്യൻറ്റിന് ഹാപ്പൻ ചെയ്യാനുള്ള ചാൻസസ് വെരി ലോ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വൈ ഡസ് എക്സ്ക്ലൂഡ്സ് 1 എക്സിസ്റ്റ് ആണ്. ഇത് എന്തിനാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് പോയിന്റ് ഇസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഡിസീസസ് ദാറ്റ് ആർ ടു കണ്ടീഷൻസ് കനോട്ട് ലോജിക്കലി ബി പ്രസൻറ്റ് ഇൻ എ സിംഗിൾ പേഷ്യൻറ്റ് അറ്റ് ദ സെയിം ടൈം. ചില കണ്ടീഷൻസ് രണ്ടും ലോജിക്കലി നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ പേഷ്യൻറ്റിൽ ഒരേ ടൈമിൽ വരാൻ ഒരു ചാൻസ് ഇല്ലാത്തതുണ്ട്. സോ അങ്ങനെയുള്ള കണ്ടീഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് എക്സ്ക്ലൂഡ്സ് 1 യൂസ് ചെയ്യുക. സോ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ F32 എന്ന് പറയുന്നത് ഇസ് ദ സിംഗിൾ എപ്പിസോഡ് ഓഫ് ഡിപ്രഷൻ. F33 എന്ന് പറയുന്നത് റെക്കറൻറ്റ് ഡിപ്രഷനാണ്. അപ്പോൾ സിംഗിൾ എപ്പിസോഡ് ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടൈമിൽ മാത്രം ഒരു ഡിപ്രഷൻ്റെ എപ്പിസോഡ് വന്നു. ചില കേസുകളിൽ അത് റെക്കറൻ്റ് ആയിരിക്കും, ഇടയ്ക്ക് ഒരു സെഷൻസ് ഓഫ് ഡിപ്രഷൻ വരാം പേഷ്യൻറ്റിന്. So a patient cannot have both a single episode and recurrent disorder at once. അതായത് ഇപ്പോൾ ഒരു പ്രാവശ്യമാണ് ഒരു എപ്പിസോഡ് ഉണ്ടായിട്ടുള്ളെങ്കിൽ നമ്മൾ സിംഗിൾ എപ്പിസോഡ് ഓഫ് ഡിപ്രഷൻ ആയിട്ട് കൺസിഡർ ചെയ്ത് F32 കൊടുക്കാം. ഇനി ആ പേഷ്യൻറ്റിന് റെക്കറൻ്റ് ആയിട്ട് ഈ ഡിസോർഡർ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എപ്പിസോഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ F33 ആണ് കോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു സിംഗിൾ എപ്പിസോഡും റെക്കറൻ്റ് എപ്പിസോഡും ഒരുമിച്ച് കോഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ് ഇവിടെ പറയുന്നത്. സോ ഇവിടെ F32 എന്ന് പറയുന്ന കോഡിൻ്റെ എക്സ്ക്ലൂഡ്സ് 1 ആയിട്ട് നമുക്ക് F33 കൊടുക്കാൻ പറ്റും, കാരണം ഇത് രണ്ടും ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ. ഇനി സെക്കൻഡ് സിനാരിയോ എന്ന് പറയുന്നത് വൺ കോഡ് ഓൾറെഡി ഇൻക്ലൂഡ്സ് ദി അതർ. സംടൈംസ് എ ഹയർ ലെവൽ കോഡ് ഓൾറെഡി കണ്ടെയ്ൻസ് ദ കണ്ടീഷൻ. സോ റിപ്പോർട്ടിംഗ് ബോത്ത് വുഡ് ബി ഡബിൾ കൗണ്ടിങ്. സോ ഓൾറെഡി ഒരു കണ്ടീഷൻ്റെ കോഡിൽ അടുത്ത കണ്ടീഷൻ ഇൻക്ലൂഡഡ് ആണെങ്കിൽ നമ്മൾ പിന്നെയും അത് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈപ്പർടെൻസീവ് ഹാർട്ട് ഡിസീസ് ഓൾറെഡി ഇൻക്ലൂഡ്സ് ഹൈപ്പർ ടെൻഷൻ, therefore I11 category includes the hypertension, so I10 cannot be added. സോ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് ഹൈപ്പർടെൻസീവ് ഹാർട്ട് ഡിസീസ് ആണ്. അതായത് പേഷ്യൻറ്റിന് ഹൈപ്പർ ടെൻഷനും ഉണ്ട്, അത് കാരണമായിട്ടുള്ള ഹാർട്ട് ഡിസീസ് ആവാം, അല്ലാതിരിക്കാം. സോ ഹൈപ്പർ ടെൻഷനും ഹാർട്ട് ഡിസീസും ഉള്ളൊരു പേഷ്യൻറ്റിന് I10 എന്നുള്ളൊരു കോഡ് അവിടെ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. I10 എന്ന് പറയുന്നത് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ്റെ കോഡാണ്. I11 കാറ്റഗറി കോഡുകൾ എന്ന് പറയുന്നത് ഹൈപ്പർ ടെൻസീവ് ഹാർട്ട് ഡിസീസിൻ്റെ കോഡാണ്. അതായത് ഹൈപ്പർ ടെൻഷനും ഹാർട്ട് ഡിസീസും
നമുക്ക് കോമ്പിനേഷൻ കോഡായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കേസാണ് പറയുന്നത്. പിന്നെ അവിടെ ഒരു ഹാർട്ട് ഫെയിലിയറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് കോഡ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ I11 കാറ്റഗറി നമ്മൾ കോഡ് ചെയ്യുമ്പോൾ അതിൽ ഓൾറെഡി ഹൈപ്പർ ടെൻഷൻ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മൾ പിന്നെയും ഹൈപ്പർ ടെൻഷൻ്റെ I10 എന്നുള്ള കോഡ് അവിടെ കൊടുക്കേണ്ടി വരില്ല. ഓക്കെ, അപ്പോൾ ഒരു ഹയർ കണ്ടീഷൻ അല്ലെങ്കിൽ കോഡ് വരുമ്പോൾ അതിൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യത്തെ നമ്മൾ സെപ്പറേറ്റ് കോഡ് ചെയ്യേണ്ട. അപ്പോൾ അങ്ങനെയുള്ള കേസിലും എക്സ്ക്ലൂഡ്സ് 1 നോട്ടിൽ ഇത് നമുക്ക് റെപ്രസെൻ്റ് ചെയ്ത് കാണാൻ പറ്റുന്നതാണ്. തേർഡ് സിനാരിയോ എന്ന് പറയുന്നത് പ്രിവെൻറ്റ്സ് ഡബിൾ കോഡിംഗ് ഓഫ് ദ സെയിം പാത്തോഫിസിയോളജി ആണ്. ICD-10's ഗോൾ ഈസ് ടു ക്യാപ്ചർ വൺ ആക്യുറേറ്റ് ക്ലിനിക്കൽ പിക്ചർ, നോട്ട് ഡ്യൂപ്ലിക്കേറ്റ്. അതായത് സെയിം പാത്തോഫിസിയോളജി ഉള്ളതിന് ഒരു ഡബിൾ കോഡിങ്ങിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ICD-10 മെയിൻലി എയിം ചെയ്യുന്നത് ഒരു കറക്റ്റ് പിക്ചർ ഓഫ് ദി ക്ലിനിക്കൽ കോഡിങ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആക്യുറേറ്റ് കോഡിങ്ങിനെയാണ്. ഡ്യൂപ്ലിക്കേറ്റ് കോഡിങ്ങും അതിലൂടെ എറേഴ്സ് വരും. അതായത് ഇപ്പോൾ നമ്മൾ കൂടുതൽ കോഡിങ് എന്ന് പറയുന്നത് മെഡിക്കൽ എക്സ്പെൻസസിന് മീറ്റ് ചെയ്യാനും ഇൻഷുറൻസിന് വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ എറേഴ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആക്യുറേറ്റ് കോഡിങ്ങിന് ഒരു കറക്റ്റ് ആയിട്ടുള്ള പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടും ഈ എക്സ്ക്ലൂഡ്സ് 1 നോട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. Whenever you see excludes 1, rule number 1 is do not assign both codes. Choose the correct code based on the documentation. അപ്പോൾ എക്സ്ക്ലൂഡ്സ് 1 കാണുമ്പോൾ നമ്മൾ 2 കോഡും ഒരുമിച്ച് കൊടുക്കാതിരിക്കുക. കറക്റ്റ് കോഡ് ഏതാണെന്ന് ഡോക്യുമെൻറ്റേഷൻ നോക്കി ക്ലിയർ ആയിട്ട് ചൂസ് ചെയ്യുക. റൂൾ നമ്പർ 2 എന്ന് പറയുന്നത് ഇഫ് ഡോക്യുമെൻറ്റേഷൻ ലിസ്റ്റ് ബോത്ത് കണ്ടീഷൻസ് ക്വറി. അത് നമ്മൾ എൻക്വയറി ചെയ്യുക. ബിക്കോസ് ഇറ്റ്സ് ക്ലിനിക്കലി ഇമ്പോസിബിൾ ടു ഹാവ് ബോത്ത്. ഇമ്പോസിബിൾ എന്ന് പറയാൻ പറ്റില്ല, ബട്ട് നമുക്ക് ചാൻസസ് ആർ വെരി ലോ. റൂൾ 3 എന്ന് പറയുന്നത് 1 കോഡ് ഓൾറെഡി ഇൻക്ലൂഡ്സ് ദി അതർ, സോ സെക്കൻഡറി കോഡിങ് വുഡ് ബി റോങ്. ഓൾറെഡി ഈ ഒരു കണ്ടീഷൻ പ്രീവിയസ് അല്ലെങ്കിൽ പ്രയർ കണ്ടീഷനിൽ ഇൻക്ലൂഡഡ് ആണെങ്കിൽ പിന്നെ നമ്മൾ രണ്ടും കോഡ് ചെയ്യുന്നത് എക്സ്ക്ലൂഡ്സ് 1ൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാമ്പിൾ നോക്കാം. കാറ്റഗറി I10 എന്ന് പറയുന്നത് എസെൻഷ്യൽ പ്രൈമറി ഹൈപ്പർ ടെൻഷനാണ്. സോ എക്സ്ക്ലൂഡ്സ് 1 നമുക്ക് കാണാൻ പറ്റും ഹൈപ്പർടെൻസീവ് ഹാർട്ട് ഡിസീസ്, ദാറ്റ് ഇസ് I11 കാറ്റഗറി. പിന്നെ ഹൈപ്പർടെൻസീവ് ക്രോണിക് കിഡ്നി ഡിസീസ് I12 കാറ്റഗറിയാണ്. സോ ക്ലിനിക്കൽ ലോജിക്ക് നോക്കുകയാണെങ്കിൽ പേഷ്യൻറ്റ് ഹൂ ഹാവ് ഹൈപ്പർടെൻസീവ് ഹാർട്ട് ഡിസീസ് അതുപോലെ ഹൈപ്പർടെൻസീവ് റീനൽ ഡിസീസ് ആണെങ്കിലും വി ഡു നോട്ട് ഹാവ് പ്രൈമറി ഓർ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ സെപ്പറേറ്റ്ലി. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ദി ഹൈപ്പർ ടെൻഷൻ ഇസ് പാർട്ട് ഓഫ് ദ ഡിസീസ് പ്രോസസ്സാണ്. ആ ഹൈപ്പർ ടെൻസീവ് ഹാർട്ട് ഡിസീസ് എന്ന് പറയുമ്പോൾ തന്നെ ഹൈപ്പർ ടെൻഷനും ഉണ്ട്, ഹാർട്ട് ഡിസീസും ഉണ്ട്. ഹൈപ്പർ ടെൻസീവ് റീനൽ ഡിസീസ് എന്ന് പറയുമ്പോൾ ഹൈപ്പർ ടെൻഷനും ഉണ്ട്, കിഡ്നി ഡിസീസും ഉണ്ട് പേഷ്യൻറ്റിന്. സോ ഹൈപ്പർ ടെൻഷൻ സെപ്പറേറ്റ്ലി കോഡ് ചെയ്യേണ്ട. ഇനി ടാബുലാർ ലോജിക്ക് നോക്കുകയാണെങ്കിൽ ICD-10 ഡിസൈൻഡ് I11 കാറ്റഗറി ആൻഡ് I12 ആസ് കോമ്പിനേഷൻ കോഡ്സ്. സോ I11 എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ കോഡാണ്. ദാറ്റ് ഇസ് ഹൈപ്പർ ടെൻസീവ് ഹാർട്ട് ഡിസീസ് വിത്ത് ഹാർട്ട് ഫെയിലിയർ ആണെങ്കിൽ so adding I10 would be double count the same hypertension. So already ഒരു hypertensive heart disease with heart failure ൻ്റെ കോഡിൻ്റെ കൂടെ പിന്നെയും hypertension കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഡോക്യുമെൻറ്റേഷനിൽ പറയുകയാണ് hypertensive heart disease with LVH എന്ന് പറയുകയാണെങ്കിൽ കറക്റ്റ് കോഡ് എന്ന് പറയുന്നത് I11.9 ആണ്. ദാറ്റ് ഇസ് ഇൻകറക്റ്റ് ബിക്കോസ് എക്സ്ക്ലൂഡ്സ് 1 I11.9 പ്ലസ് I10 കാണാൻ പറ്റും. അതായത് I10 ഇവിടെ അലൗഡ് അല്ല വിത്ത് I11 ഡ്യൂ ടു എക്സ്ക്ലൂഡ്സ് 1. അപ്പോൾ കറക്റ്റ് കോഡിംഗ് എന്ന് പറയുന്നത് I11.9 ആണ്. അവിടെ I10 കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. F32 എന്ന് പറയുന്നത് മേജർ ഡിപ്രസീവ് ഡിസോർഡർ ആണ്. അതിൽ സിംഗിൾ എപ്പിസോഡിൻ്റെ കോഡാണ്. എക്സ്ക്ലൂഡ്സ് 1 നമുക്ക് മേജർ ഡിപ്രസീവ് ഡിസോർഡർ റെക്കറൻറ്റ് F33 കാറ്റഗറി കാണാം. സോ ക്ലിനിക്കലി നോക്കുകയാണെങ്കിൽ യു കനോട്ട് ബി ഡയഗ്നോസ്ഡ് വിത്ത് സിംഗിൾ എപ്പിസോഡ് ഓഫ് ഡിപ്രഷൻ ആൻഡ് റെക്കറൻറ്റ് ഡിപ്രഷൻ അറ്റ് ദി സെയിം ടൈം. സോ ഇത് രണ്ട് ക്ലിനിക്കൽ പാറ്റേൺസ് ആണ്. രണ്ടും ഒരുമിച്ച് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. സോ ഒരു ടാബുലാർ ലോജിക്ക് നോക്കുകയാണെങ്കിൽ ICD-10 പ്ലേസസ് ആൻഡ് എക്സ്ക്ലൂഡ്സ് 1 ബിക്കോസ് F32 ഫസ്റ്റ് ഒരു ഓൺലി എപ്പിസോഡാണ്. F33 എന്ന് പറയുന്നത് 2 or more എപ്പിസോഡ്സ് ആണ്. അപ്പോൾ ഒരു പേഷ്യൻറ്റ് ക്യാൻ ഓൺലി ഫോൾ ഇൻ ടു 1 കാറ്റഗറി, നോട്ട് ബോത്ത്. ഏതെങ്കിലും ഒന്നിലാണ് ഒരു പേഷ്യൻറ്റ് വരാൻ പാടുള്ളൂ, രണ്ടും ഒരുമിച്ച് ഡയഗ്നോസ് ചെയ്യില്ല.
അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ പറയുന്നത് മേജർ ഡിപ്രഷൻ റെക്കറൻറ്റ് മോഡറേറ്റ് എന്നാണെങ്കിൽ കറക്റ്റ് കോഡിംഗ് വുഡ് ബി F33.1. ഇനി ഇൻകറക്റ്റ് കോഡിംഗ് ആണ് F32.1 ആൻഡ് F33.1 എന്നുള്ളത്. അതായത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് കണ്ടീഷൻസ് ആണ്. സോ എക്സ്ക്ലൂഡ്സ് 1ൻ്റെ വയലേഷൻ ആണ് അവിടെ വരുന്നത്. സോ അത് ശ്രദ്ധിച്ച് കോഡ് ചെയ്യാം. സോ ഒരു ഷോർട്ട് സമ്മറി നോക്കുകയാണെങ്കിൽ എക്സ്ക്ലൂഡ്സ് 1 എന്ന് പറഞ്ഞാൽ കനോട്ട് ബി ടുഗെദർ ആണ്. സോ കണ്ടീഷൻസ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഓർ വൺ ഇസ് ഇൻക്ലൂഡഡ് ഇൻ ദി അതർ. കോഡ് ഓൺലി വൺ ഓഫ് ദം ഇഫ് ബോത്ത് ആർ ഡോക്യുമെൻറ്റഡ് കൊറി ദ പ്രൊവൈഡർ. സോ ബെസ്റ്റ് നിമോണിക് എന്ന് പറയുന്നത് എക്സ്ക്ലൂഡ്സ് 1 എന്ന് പറഞ്ഞാൽ ഓൺലി വൺ കോഡ് ഇസ് അലൗഡ് എന്നാണ്. ദാറ്റ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഹിയർ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. And excludes 2 not means the excluded condition is not part of the code you are looking at, but the patient can have both conditions at the same time, or if both are documented you should code both. Excludes 2 allows combination. So ഇവിടെ excludes 2 not എന്ന് പറയുന്നത് excluded condition ആണ്, നോട്ട് പാർട്ട് ഓഫ് ദ കോഡ് ആണ്. ഓക്കെ, പക്ഷെ ഒരു പേഷ്യൻറ്റിന് ഈ ബോത്ത് കണ്ടീഷൻസും ഒരുമിച്ച് വരാനുള്ള ചാൻസസും ഉണ്ട്. ഇനി ഇത് രണ്ടും അവിടെ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടും കോഡ് ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ഇവിടെ ഒരു കോമ്പിനേഷനൊക്കെ അവൈലബിൾ ആണ്. ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ദിസ് കണ്ടീഷൻ ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദിസ് കോഡ് ആസ് ആഡഡ് സെപ്പറേറ്റ്ലി ഇഫ് പ്രസൻറ്റ്. അതായത് ഒരു പെർട്ടിക്കുലർ കാറ്റഗറി ഓഫ് കണ്ടീഷൻ അതിൻ്റെ താഴെ എക്സ്ക്ലൂഡ്സ് 2 നോട്ടിൽ ഒരു കാര്യം പറയുകയാണ്. നമ്മുടെ ഡോക്യുമെൻറ്റിൽ ഈ ഒരു കാറ്റഗറി ഓഫ് കോഡും തന്നിട്ടുണ്ട്, താഴെയുള്ള എക്സ്ക്ലൂഡ്സ് 2ലുള്ള ഒരു കണ്ടീഷനും അവിടെ പ്രസൻ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഈ കാറ്റഗറി ഓഫ് കോഡിൽ ഈ എക്സ്ക്ലൂഡ്സ് 2ൽ പറഞ്ഞിട്ടുള്ള കാര്യം ഇൻക്ലൂഡഡ് അല്ല. നമ്മളത് രണ്ടും ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ്ലി തന്നെ കോഡ് ചെയ്യണം. ഇത് ഇവിടെ ഇൻക്ലൂഡഡ് അല്ല എന്നുള്ളൊരു മീനിങ് മാത്രമേ പറയുന്നുള്ളൂ. So why does excludes 2 exist എന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സിനാരിയോ കണ്ടീഷൻസ് ആർ ഡിഫറെൻറ്റ് ബട്ട് ക്യാൻ കോ എക്സിസ്റ്റ്. ദേ മേ ബി ഫ്രം ഡിഫറെൻറ്റ് ബോഡി സിസ്റ്റംസ് കോസസ് ഓർ മെക്കാനിസംസ്. സോ ഡിഫറെൻറ്റ് ബോഡി സിസ്റ്റം ആവാൻ കോസ് ആയിരിക്കാം, മെക്കാനിസം ആയിരിക്കാം, പക്ഷെ അവർ കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡിഫറെൻ്റ് ആണെങ്കിലും ക്യാൻ കോ എക്സിസ്റ്റ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പ്രഷർ അൾസർ, that is the pressure injury, venous ulcer caused by venous insufficiency. So same patient can have both. അതായത് ഒരു പ്രഷർ ഇഞ്ചുറി വരാം, അതുപോലെ വീനസ് അൾസർ ഒരു പേഷ്യൻറ്റിന് ഒരേ സമയത്ത് വരാവുന്നതാണ്. ദ സെക്കൻഡ് സിനാരിയോ എന്ന് പറയുന്നത് വൺ കണ്ടീഷൻ ഡസ് നോട്ട് ഇൻക്ലൂഡ് ദി അതർ. അതായത് therefore ICD-10 requires both codes to represent full clinical detail. ഒരു ഫുൾ ക്ലിനിക്കൽ ഡീറ്റെയിൽ കിട്ടണമെങ്കിൽ ബോത്ത് കോഡ്സും നമുക്ക് വേണം. ബിക്കോസ് ഒരു കണ്ടീഷൻ മറ്റു കണ്ടീഷനെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ദേ ആർ എക്സ്ക്ലൂഡഡ്. തേർഡ് സിനാരിയോ എന്ന് പറയുന്നത് അവോയ്ഡ്സ് അണ്ടർ കോഡിങ്. ഇഫ് ഡോക്യുമെൻറ്റേഷൻ സപ്പോർട്ട്സ് 2 ഡിഫറെൻറ്റ് അൺറിലേറ്റഡ് ഡിസോർഡേഴ്സ് അസൈൻ ബോത്ത് ബിക്കോസ് ഈച്ച് കോഡ് ടെൽസ് എ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ പേഷ്യൻസ് കണ്ടീഷൻ. അതായത് നമ്മൾ അണ്ടർ കോഡിങ് എന്നുള്ള ഒരു കൺസെപ്റ്റ് കൂടിയുണ്ട്. അതായത് ആക്ച്വലി ഉള്ളതിനേക്കാളും കുറവ് ഡീറ്റെയിൽസ് മാത്രം കോഡ് ചെയ്ത് വയ്ക്കുക. അതായത് പേഷ്യൻറ്റിന് 2 കണ്ടീഷൻ ഉണ്ട്, പക്ഷെ അതിൽ നമ്മൾ ഒരു കണ്ടീഷൻ മാത്രമേ കോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ദാറ്റ് ഇസ് അണ്ടർ കോഡിങ്. അപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റേഷനിൽ പ്രോപ്പറായിട്ട് പറയുകയാണ് 2 ഡിഫറെൻറ്റ് അൺറിലേറ്റഡ് ഡിസോർഡേഴ്സ് പേഷ്യൻറ്റിനുണ്ട്. ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി ആയിരിക്കാം, ഡിഫറെൻറ്റ് കോസ് ആയിരിക്കാം, എന്താണെങ്കിലും ഇത് രണ്ടും നമ്മൾ കോഡ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, so next how to identify excludes 2 ആണ്. It is found in the tabular list only. It appears like excludes 2. ഒരു കണ്ടീഷൻ A ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കോഡ് റേഞ്ച് ഉണ്ടാവും. സെക്കൻഡ് കണ്ടീഷൻ B, അതിൻ്റെ കോഡ് റേഞ്ചും പറഞ്ഞിട്ടുണ്ടാവും. സോ ഇങ്ങനെയായിരിക്കും നമ്മുടെ ടാബുലാർ ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ടാവുക. അതിൻ്റെ മീനിങ് വരുന്നത് ദീസ് കണ്ടീഷൻസ് ആർ നോട്ട് പാർട്ട് ഓഫ് ദിസ് കാറ്റഗറി, യു മേ കോഡ് ദം വിത്ത് ദിസ് കണ്ടീഷൻ ഇഫ് ബോത്ത് എക്സിസ്റ്റ്. അതായത് ഈ ഒരു കണ്ടീഷൻ ഈ ഒരു കാറ്റഗറി ഓഫ് കോഡുകളുടെ കൂടെ ഇൻക്ലൂഡഡ് അല്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാർട്ടായിട്ട് വരുന്നതല്ല. സോ ഒരു പേഷ്യൻറ്റിന് ഇത് രണ്ടും, ഈ 2 കണ്ടീഷനും പറയുകയാണെങ്കിൽ രണ്ടും നമ്മൾ ഒരുമിച്ച് കോഡ് ചെയ്യാവുന്നതാണ്. സോ whenever you see excludes 2, rule number 1 is you may assign both codes. If both conditions are present,
കോഡ് ബോത്ത്. എക്സ്ക്ലൂഡ്സ് ടു കണ്ട് രണ്ട് കണ്ടീഷൻസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഡോക്യുമെൻറ്റേഷനിൽ ക്ലിയർ ആണ്, പേഷ്യൻറ്റിന് രണ്ട് കണ്ടീഷനും പ്രസൻ്റ് ആണെങ്കിൽ നമ്മൾ രണ്ടും കോഡ് ചെയ്യണം. റൂൾ നമ്പർ 2, if documentation supports both, do not query because they can legitimately occur together. അപ്പോൾ ഡോക്യുമെൻറ്റേഷനിൽ രണ്ട് കണ്ടീഷൻ കണ്ടു, പിന്നെ നമ്മൾ എൻക്വയർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് ക്ലിയർ ആൻഡ് അണ്ടർസ്റ്റുഡ് ആണ്. എക്സ്ക്ലൂഡ്സ് ടു ആണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അത് രണ്ടും ഒരുമിച്ച് വരാം. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഡയറക്റ്റ്ലി നമുക്ക് കോഡ് ചെയ്യാവുന്നതാണ് ഇഫ് ഡോക്യുമെൻറ്റേഷൻ സപ്പോർട്ട്സ്. ഓക്കെ. ഇനി റൂൾ നമ്പർ 3 എന്ന് പറയുന്നത് ദർ ഇസ് നോ ഹയറാർക്കി, ബോത്ത് കണ്ടീഷൻസ് ആർ വാലിഡ്, സീക്വൻസിങ് ഡിപ്പെൻഡ് ഓൺ ദ എൻകൗണ്ടർ റീസൺ. പേഷ്യൻ്റ് എന്ത് റീസൺ ആയിട്ടാണോ വന്നിട്ടുള്ളത് ആ ഒരു ഇത് നമുക്ക് ഫസ്റ്റ് കോഡ് ചെയ്യാം. സീക്വൻസിങ് ഓർഡർ ഒന്നും അവിടെ പ്രശ്നമല്ല. ബോത്ത് കണ്ടീഷൻസും വാലിഡ് ആണ്. പിന്നെ നമ്മൾ ഇപ്പോൾ എന്തിന് വന്നു, ആദ്യം എന്ത് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി, അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റേഷനിൽ ആദ്യം ഏത് പറഞ്ഞിട്ടുണ്ട് അത് നോക്കിയിട്ട് നമുക്ക് കോഡ് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് എക്സ്ക്ലൂഡ്സ് ടു ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. കാറ്റഗറി L89 എന്ന് പറയുന്നത് പ്രഷർ അൾസേഴ്സ് ആണ്. സോ അവിടെ എക്സ്ക്ലൂഡ്സ് ടൂവിൽ നമുക്ക് വീനസ് അൾസേഴ്സ് കാണാം. I83.0 കാറ്റഗറിയും അതുപോലെ I83.2 കാറ്റഗറിയാണ്. സോ ക്ലിനിക്കൽ ലോജിക്ക് നോക്കുകയാണെങ്കിൽ പ്രഷർ അൾസർ എന്ന് പറയുന്നത് കോസ്ഡ് ബൈ കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. വീനസ് അൾസർ എന്ന് പറയുന്നത് കോസ്ഡ് ബൈ സർക്കുലേറ്ററി ഇൻസഫിഷ്യൻസി ആണ്. സോ ദേ ആർ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഡിസീസ് പ്രോസസ്സ്. ഒരെണ്ണം പ്രഷർ കാരണം, ഒരെണ്ണം സർക്കുലേഷൻ്റെ ഇൻസഫിഷ്യൻസി കാരണം വരുന്നതാണ്. കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസീസ് പ്രോസസ്സാണ് അവിടെ ഉള്ളത്. പക്ഷേ എ പേഷ്യൻറ്റ് ക്യാൻ ഹാവ് ബോത്ത് ടുഗെദർ, അല്ലെങ്കിൽ സെയിം ടൈമിൽ രണ്ടും വരാം. ഇപ്പോൾ ഇമ്മൊബിലിറ്റി ഉണ്ട് പേഷ്യൻറ്റിന്, അതായത് പേഷ്യൻറ്റ് സപ്പോസ് ഇപ്പോൾ ഒരു ബെഡ് റിഡൺ ആളാണെങ്കിൽ അവിടെ ഇമ്മൊബിലിറ്റി ഉണ്ട്. സോ പ്രഷർ ഇഞ്ചുറി വരാം, പ്രഷർ അൾസർ ഉണ്ടാവാം. ഇനി പേഷ്യൻറ്റിന് ഒരു വെരിക്കോസ് വെയിനോ അല്ലെങ്കിൽ വീനസ് സ്റ്റാസിസ് ഉണ്ട്, അപ്പം എന്താണ് വീനസ് അൾസറും വരാം അവിടെ. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ, അതായത് ഇപ്പോൾ ഒരു ഓൾറെഡി വെരിക്കോസ് വെയിൻ ഉള്ള പേഷ്യൻറ്റ് ബെഡ് റിഡൺ ആയാൽ എന്താണ് അവിടെ വീനസ് അൾസറും വരാം, പ്രഷർ അൾസറും ഒരേ സമയത്ത് വരാം. ഇനി ടാബുലാർ ലോജിക്ക് നോക്കുകയാണെങ്കിൽ ICD-10 ക്ലിയർലി സ്റ്റേറ്റ്സ് പ്രഷർ അൾസേഴ്സ് ആർ കോഡഡ് ഇൻ L89. സോ പ്രഷർ അൾസറിൻ്റെ കോഡ് കാറ്റഗറി വരുന്നത് L89 ആണ്. വീനസ് അൾസേഴ്സ് I83 കാറ്റഗറിയാണ്. സോ നെയ്തർ കോഡ് ഇൻക്ലൂഡ്സ് ദി പാത്തോഫിസിയോളജി ഓഫ് ദി അതർ, ബോത്ത് നീഡഡ്. അതായത് പ്രഷർ അൾസർ L89 കാറ്റഗറി റിപ്പോർട്ട് ചെയ്തതിൽ എവിടെയും നമുക്ക് വീനസ് അൾസർ ഇൻക്ലൂഡഡ് ആയിട്ട് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് വീനസ് അൾസർ റിപ്പോർട്ട് ചെയ്താൽ പ്രഷർ അൾസർ അതിൽ ഇൻക്ലൂഡഡ് അല്ല. അതുപോലെ തന്നെ പാത്തോഫിസിയോളജി ഓഫ് ദി അതർ ഇൻക്ലൂഡഡ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബോത്തും കോഡ് ചെയ്യേണ്ടതാണ്. ദസ് എക്സ്ക്ലൂഡ്സ് ടു അലൗസ് ഡ്യുവൽ കോഡിംഗ് ആണ്. ഓക്കെ, രണ്ടും കോഡ് ചെയ്യാനാണ് എക്സ്ക്ലൂഡ്സ് ടു അലൗ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒരു ഡോക്യുമെൻറ്റേഷൻ പറയുന്നത് സ്റ്റേജ് 3 പ്രഷർ അൾസർ ഓഫ് സാക്രം ആൻഡ് വീനസ് സ്റ്റാസിസ് അൾസർ ഓഫ് ദി ലെഫ്റ്റ് ആംഗിൾ ആണ് പറയുന്നത്. സോ പ്രഷർ അൾസറും ഉണ്ട്, വീനസ് സ്റ്റാസിസും അല്ലെങ്കിൽ വീനസ് അൾസറും പേഷ്യൻറ്റിനുണ്ട്. രണ്ടും രണ്ട് ഏരിയ ആണ്. പ്രഷർ അൾസർ ഉള്ളത് സാക്രം ഏരിയയിലും വീനസ് അൾസർ ഉള്ളത് ലെഫ്റ്റ് ആംഗിളിലുമാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് കോഡിങ് ചെയ്യേണ്ടത് L89.153 ആണ് ഫോർ ദി പ്രഷർ അൾസർ ഓഫ് ദി സാക്രം ചെയ്യുക. പിന്നെ I83.023 അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വീനസ് അൾസർ കോഡ് കൊടുക്കുക. സോ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം, ഒരു കോഡ് വരുന്നത് L-ഉം ഒരു കോഡ് വരുന്നത് I ആണ്. രണ്ടും ഡിഫറെൻറ്റ് ഏരിയാസ്, ബോഡി പാർട്സ് വെച്ചിട്ടാണ് ടാബുലാർ ലിസ്റ്റിൽ നമുക്ക് കോഡുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. സോ L എന്ന് പറയുന്നത് ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു സെക്ഷൻ ഓഫ് കോഡുകളാണ്. I എന്ന് പറയുന്നത് വേറെ കാറ്റഗറി ഓഫ് കോഡുകളാണ്. സോ ബോത്ത് റിഫ്ലെക്ട്സ് ഡിഫറെൻറ്റ് കണ്ടീഷൻസ്, ബോത്ത് മസ്റ്റ് ബി റിപ്പോർട്ടഡ് എന്നാണ് എക്സ്ക്ലൂഡ്സ് ടു കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി നമ്മൾ എക്സ്ക്ലൂഡ്സ് ടു ബേസ് ചെയ്തിട്ടുള്ളൊരു എക്സാമ്പിളാണ് നോക്കുന്നത്. ഇതൊരു ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. കാറ്റഗറി G40 എന്ന് പറയുന്നത് ഫോർ എപ്പിലെപ്സി. അപ്പോൾ അതിൻ്റെ ഇൻക്ലൂഡ്സ് ടൂവിൽ നമുക്ക് കാണാം സീഷ്യസ്, ദാറ്റ് ഈസ് R56.9 എന്ന് പറയുന്നത്. സോ ക്ലിനിക്കലി നോക്കുകയാണെങ്കിൽ എപ്പിലെപ്സിയുടെ എന്ന് പറയുന്നത് ഒരു ക്രോണിക് ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്. സീഷ്യർ എന്ന് പറയുന്നത് ഒരു അക്യൂട്ട് ഇവൻ്റ് ആണ്, പെട്ടെന്ന് വരുന്ന ഒരു ഇവൻ്റ് ആണ്.
So a patient with epilepsy can still have a breakthrough seizure, a provoked seizure, a seizure unrelated to epilepsy like fever, alcohol withdrawal ഒക്കെ കാരണം സീഷ്യർ ഉണ്ടാകാം. അതായത് നമ്മൾ യൂഷ്വലി സീഷ്യർ എന്ന് പറയുന്നത് എപ്പിലെപ്സിയുടെ ഒരു സിംപ്റ്റം അല്ലെങ്കിൽ പാർട്ടായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. അതല്ലാത്ത കേസിൽ പേഷ്യൻറ്റിനൊരു ഈ എപ്പിലെപ്സി ഉള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ പോലും ആൾക്കൊരു ബ്രേക്ക് ത്രൂ സീഷ്യർ വരാം, അല്ലെങ്കിൽ ഒരു പ്രൊവോക്ഡ് സീഷ്യർ വരാം. അതുപോലെ തന്നെ ഫീവറോ ആൽക്കഹോൾ വിഡ്രോവലോ കാരണം ഒരു അൺറിലേറ്റഡ് ടു എപ്പിലെപ്സി ആയിട്ടുള്ള ഒരു സീഷ്യറും വരാം. സോ ദീസ് കണ്ടീഷൻസ് ആർ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അത് മ്യൂച്വലി എക്സ്ക്ലൂഡ് ചെയ്യുന്നൊന്നുമില്ല. നമുക്ക് ഇത് രണ്ട് വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് കോഡ് ചെയ്യാവുന്നതുമാണ്. ടാബുലാർ ലിസ്റ്റിലുള്ളത് നോക്കുകയാണെങ്കിൽ ICD-10 ക്ലാരിഫൈസ് G40 എന്ന് പറയുന്നത് എപ്പിലെപ്സി ആണ്, ലോങ് ടേം ഡിസോർഡർ ആണ്. R56.9 എന്ന് പറയുന്നത് ഐസൊലേറ്റഡ് ഓർ അക്യൂട്ട് സീഷ്യർ ആണ്. സോ എപ്പിലെപ്സി ഡസ് നോട്ട് ഇൻക്ലൂഡ് സീഷ്യർ ഇവൻറ്റ്സ്. സോ ദെയർഫോർ സീഷ്യർസ് റിക്വയർ ആൻ അഡീഷണൽ കോഡ് വെൻ പ്രസൻറ്റ്. സോ എപ്പിലെപ്സി ഉള്ള ആൾക്ക് എപ്പോഴും സീഷ്യർ ഇൻക്ലൂഡഡ് ആയിട്ട് വരണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പിലെപ്സിയുടെ കൂടെ സീഷ്യർ ഇവൻറ്റ്സ് ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ നമ്മൾ രണ്ടും അഡീഷണലി സെപ്പറേറ്റ് ആയിട്ട് തന്നെ കോഡ് ചെയ്യേണ്ടതാണ്. സോ ഇപ്പോൾ ഡോക്യുമെൻറ്റേഷൻ പറയുകയാണ് നോൺ എപ്പിലെപ്സി വിത്ത് അക്യൂട്ട് ബ്രേക്ക് ത്രൂ സീഷ്യർ പറഞ്ഞാൽ കറക്റ്റ് കോഡിംഗ് എന്ന് പറയുന്നത് G40 കാറ്റഗറി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എപ്പിലെപ്സി കോഡ് എടുക്കുക. അതുപോലെ തന്നെ സീഷ്യറിൻ്റെ R56.9 കൂടി കോഡ് ചെയ്യാം. സോ ബോത്ത് കോഡ്സ് ആർ നീഡഡ് ടു റെപ്രസെൻറ്റ് ദ ഫുൾ ക്ലിനിക്കൽ പിക്ചർ. കറക്റ്റ് അവിടെ എന്താണ്, പേഷ്യൻറ്റിന് എപ്പിലെപ്സി ഓൾറെഡി ഉള്ള ആളാണ്, ഇപ്പോൾ അക്യൂട്ട് ബ്രേക്ക് ത്രൂ സീഷ്യറും വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ഫുൾ പിക്ചർ കിട്ടണമെങ്കിൽ രണ്ടും നമ്മൾ കോഡ് ചെയ്യണം. ഒരു ഷോർട്ട് സമ്മറി നോക്കാം. എക്സ്ക്ലൂഡ്സ് 2 എന്ന് പറയുന്നത് ബോത്ത് കണ്ടീഷൻസ് മേ ബി കോഡഡ്. കണ്ടീഷൻസ് ക്യാൻ ഒക്കർ ടുഗെദർ ആൻഡ് ആർ നോട്ട് പാർട്ട് ഓഫ് ഈച്ച് അതർ. സോ രണ്ട് കണ്ടീഷൻസും നമുക്ക് ഒരുമിച്ച് കോഡ് ചെയ്യാം. ഇത് ഒരുമിച്ച് ടുഗെദറായിട്ട് ഒക്കർ ചെയ്യാം. അതുപോലെ തന്നെ രണ്ടും ഒന്നിൻ്റെ പാർട്ട് അല്ലാതെയും വരാമല്ലോ. സോ പേർപ്പസ് എന്ന് പറയുന്നത് ടു എൻഷ്യൂർ ഫുൾ ഡോക്യുമെൻറ്റേഷൻ ഓഫ് മൾട്ടിപ്പിൾ ഡിഫറെൻറ്റ് കണ്ടീഷൻസ്. സോ ഒരു പേഷ്യൻറ്റിന് എന്തൊക്കെ കണ്ടീഷൻസ് ഉണ്ട്, അത് എത്രത്തോളം ഡിഫറെൻ്റ് ആണെങ്കിലും ഏതൊക്കെ ഓർഗൻസിലാണെങ്കിലും ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ഉണ്ട്, അതെല്ലാം നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ പേർപ്പസ്. സോ നിമോണിക് എന്ന് പറയുന്നത് എക്സ്ക്ലൂഡ്സ് 2 എന്ന് പറയുന്നത് 2 കോഡ്സ് അലൗഡ് ആണ്. ഇനി നമുക്ക് എക്സ്ക്ലൂഡ്സ് 1 ബേസ് ചെയ്തിട്ടുള്ളൊരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഗൈഡ് ലൈൻ ഉണ്ട്, അതുകൂടി നോക്കാം. ഈ ഒരു ഗൈഡ് ലൈനിൽ കീ പോയിൻ്റ് എന്ന് പറയുന്നത് ഇഫ് ആൻ എക്സ്ക്ലൂഡ്സ് 1 കണ്ടീഷൻ ആൻഡ് ദ മെയിൻ കോഡ് ബോത്ത് എക്സിസ്റ്റ് ആൻഡ് ദേ ക്ലിയർലി റെപ്രസെൻറ്റ് ഡിഫറെൻറ്റ് അൺറിലേറ്റഡ് കണ്ടീഷൻസ് യു മേ കോഡ് ബോത്ത് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സ്ക്ലൂഡ്സ് 1 ഡിസ്കസ് ചെയ്തപ്പോൾ 2 കണ്ടീഷൻസ് വരികയാണ്. അത് മ്യൂച്വലി എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള 2 കണ്ടീഷൻസ് വരികയാണ്. ഡിഫറെൻ്റ് ആണ്, അൺറിലേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മളത് അങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്വറി ദ പ്രൊവൈഡർ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പ്രൊവൈഡറിൻ്റെ അടുത്ത് എൻക്വയർ ചെയ്യുക എന്ന് പറഞ്ഞു. ബട്ട് പുതിയ ഗൈഡ് ലൈൻ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ എക്സ്ക്ലൂഡ്സ് 1 കണ്ടീഷനിൽ ഒരു മെയിൻ കോഡ് ഉണ്ട്, അതുപോലെ വേറൊരു കണ്ടീഷൻ ബോത്ത് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ അത് ഡിഫറെൻ്റ് ആണ്, അൺറിലേറ്റഡ് കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് രണ്ടും കോഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ദാറ്റ് ഇസ് ബട്ട് ഓൺലി ഇഫ് പ്രൊവൈഡർ എക്സ്പ്ലിസിറ്റ്ലി ഡോക്യുമെൻറ്റ്സ് ദേ ആർ അൺറിലേറ്റഡ്. ഇത് രണ്ടും അൺറിലേറ്റഡ് ആണ് എന്ന് ഡോക്യുമെൻറ്റിൽ ക്ലിയർ ആയിട്ട് പ്രൊവൈഡർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. സെക്കൻഡ് വൺ, ദേ ആർ ക്ലിനിക്കലി ഡിസ്റ്റിങ്ക്റ്റ്. രണ്ടും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആയിരിക്കണം. തേർഡ് വൺ, ദേ ഡു നോട്ട് റെപ്രസെൻറ്റ് എ കോസ് ആൻഡ് ഇഫക്റ്റ് പെയർ. അത് ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് പെയറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതുമായിരിക്കരുത്. ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ആ 2 കണ്ടീഷൻസും എക്സ്ക്ലൂഡ്സ് 1ലുള്ള കണ്ടീഷൻസ് ഒരുമിച്ച് കോഡ് ചെയ്യാൻ പാടുള്ളൂ. ഈ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഗൈഡ് ലൈൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. പ്രൊവൈഡർ ഡോക്യുമെൻറ്റേഷൻ പറയുന്നത് പേഷ്യൻറ്റ് ഹാസ് എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ. പേഷ്യൻറ്റ് ഓൾസോ ഹാസ് കാർഡിയോമയോപ്പതി ഡ്യൂ ടു വൈറൽ മയോകാർഡൈറ്റിസ്. ദാറ്റ് ഇസ് നോട്ട് റിലേറ്റഡ് ടു ഹൈപ്പർ ടെൻഷൻ. അതായത് പേഷ്യൻറ്റിന് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, കാർഡിയോമയോപ്പതി ഉണ്ട്, ഡ്യൂ ടു വൈറൽ മയോകാർഡൈറ്റിസ് ആണ്. അത് ഹൈപ്പർ ടെൻഷൻ റിലേറ്റഡ് ആയിട്ട് അല്ല എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ക്ലിനിക്കൽ ലോജിക്ക് നോക്കുകയാണെങ്കിൽ പേഷ്യൻറ്റിന് എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ട് I10.
Patient also has cardiac disease, but it is not caused by hypertension. It is due to a viral infection. ഇവിടെ പേഷ്യൻറ്റിന് ഹൈപ്പർടെൻസീവ് ഹാർട്ട് ഡിസീസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഹൈപ്പർ ടെൻഷൻ കാരണമുള്ള ഹാർട്ട് ഡിസീസ് അല്ല. പേഷ്യൻറ്റിന് വൈറൽ ഇൻഫെക്ഷൻ കാരണമുള്ള കാർഡിയാക് ഡിസീസാണ് ഉള്ളത്. വൈറൽ മയോകാർഡൈറ്റിസ് കാരണമുള്ള കാർഡിയോമയോപ്പതിയാണ് പേഷ്യൻറ്റിന് ഉള്ളത്. സോ ദീസ് ടു കണ്ടീഷൻസ് ആർ അൺറിലേറ്റഡ് ഡിസീസ് പ്രോസസ്സസ്. ഇത് രണ്ടും അൺറിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസീസ് പ്രോസസ്സാണ്. ഹൈപ്പർ ടെൻഷൻ വേറെ, കാർഡിയാക് ഡിസീസ് കോസ്ഡ് ബൈ ആൻ വൈറൽ ഇൻഫെക്ഷൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ICD-യിലുള്ള ലോജിക്ക് നോക്കുകയാണെങ്കിൽ യെസ്, I10 ഹാസ് ആൻ എക്സ്ക്ലൂഡ്സ് 1 ഫോർ ഹൈപ്പർടെൻസീവ് ഹാർട്ട് ഡിസീസ്. I11 കാറ്റഗറി എക്സ്ക്ലൂഡഡ് ആണ് എന്ന് പറഞ്ഞു. ബട്ട് ഇൻ ദിസ് കേസ് ദ ഹാർട്ട് ഡിസീസ് ഇസ് നോട്ട് ഹൈപ്പർടെൻസീവ് ഹാർട്ട് ഡിസീസ്. ഈ ഒരു കേസിൽ എന്താ, ഹൈപ്പർ ടെൻഷനും ഹാർട്ട് ഡിസീസും റിലേറ്റഡ് അല്ല, കമ്പൈൻഡ് അല്ല. സോ ബോത്ത് ക്യാൻ ബി കോഡഡ്. ദാറ്റ് ഇസ് I10 ഫോർ ദി എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷനും I42.0 ഫോർ ദി ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി ഓർ അപ്രോപ്രിയേറ്റ് വൈറൽ മയോകാർഡൈറ്റിസ് കോഡ്. സോ ഇറ്റ് ഇസ് അലൗഡ് ബിക്കോസ് ദി ഹാർട്ട് കണ്ടീഷൻ ഇസ് നോട്ട് കോസ്ഡ് ബൈ ഹൈപ്പർ ടെൻഷൻ. ഓക്കെ, അപ്പോൾ ഹൈപ്പർ ടെൻഷൻ കാരണമല്ല ഹാർട്ട് ഡിസീസ് വന്നത്, രണ്ടും ഡിഫറെൻറ്റ് റീസൺസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ കാർഡിയോമയോപ്പതി വന്നിട്ടുള്ളത് ഒരു വൈറൽ മയോകാർഡൈറ്റിസ് കാരണമാണ്, അതുകൊണ്ട് രണ്ടും നമുക്ക് സെപ്പറേറ്റ്ലി കോഡ് ചെയ്യാം. ബട്ട് ഇത് ഡോക്യുമെൻറ്റിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഒരു എക്സാമ്പിളും കൂടി നോക്കാം. ഒരു കോമൺ ആയിട്ടുള്ള എക്സാം സിനാരിയോ ആണ്. കാറ്റഗറി F10 എന്ന് പറയുന്നത് ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് ആണ്. അതിൽ എക്സ്ക്ലൂഡ്സ് 1-ലുള്ളതാണ് ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് മെൻ്റൽ ഡിസോർഡേഴ്സ്. F10.17 തൊട്ട് F10.27 വരെയുള്ള കോഡുകൾ. സോ ഡോക്യുമെൻറ്റേഷനിൽ പേഷ്യൻറ്റ് ഹാസ് ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പേഷ്യൻറ്റ് ഓൾസോ ഹാസ് സ്കീസോഫ്രീനിയ ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് പ്രൈമറി ആയിട്ടുള്ള ഒരു സൈക്യാട്രിക് ഡിസോർഡറും പേഷ്യൻറ്റിനുണ്ട്. അപ്പോൾ ആൽക്കഹോൾ ഡിപ്പെൻഡൻസും ഉണ്ട്, ഒരു സൈക്യാട്രിക് ഡിസോർഡർ സ്കീസോഫ്രീനിയയും പേഷ്യൻറ്റിനുണ്ട്. സോ ക്ലിനിക്കലി നോക്കുകയാണെങ്കിൽ സ്കീസോഫ്രീനിയ ഇസ് നോട്ട് കോസ്ഡ് ബൈ ആൽക്കഹോൾ. ഇവിടെ ഇറ്റ് ഇസ് അൺറിലേറ്റഡ് ആണ്. ഈ ഒരു സൈക്യാട്രിക് ഡിസോർഡർ വന്നിട്ടുള്ളത് ആൽക്കഹോളിൻ്റെ യൂസേജ് കാരണമല്ല. ICD ലോജിക്ക് നോക്കുകയാണെങ്കിൽ യു മേ കോഡ് ബോത്ത് ബിക്കോസ് ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് F10.20 ആണ്. സ്കീസോഫ്രീനിയ എന്ന് പറയുന്നത് F20.0 ആണ്. ദീസ് ആർ കംപ്ലീറ്റ്ലി അൺറിലേറ്റഡ് ഈവൻ ദോ ദി കാറ്റഗറി ഹാസ് എക്സ്ക്ലൂഡ്സ് 1 ഫോർ ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് മെൻ്റൽ ഡിസോർഡേഴ്സ് വിച്ച് ദിസ് ഇസ് നോട്ട്. അതായത് ഈ ഒരു F10 കാറ്റഗറിയിൽ നമുക്ക് കാണാം ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള മെൻ്റൽ ഡിസോർഡേഴ്സ് എക്സ്ക്ലൂഡ്സ് 1-ലാണ്. പക്ഷേ ഈ ഒരു കേസിൽ രണ്ടും അൺറിലേറ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടും കോഡ് ചെയ്യാം. ദാറ്റ് ഇസ് F10.20, F20.0 വിച്ച് ഇസ് ഫോർ ദി പാരനോയിഡ് സ്കീസോഫ്രീനിയ. സോ നമ്മൾ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് എക്സ്ക്ലൂഡ്സ് 1 എന്ന് പറയുന്നത് ഡു നോട്ട് കോഡ് ടുഗെദർ ആണ് അൺലെസ് മെഡിക്കലി അൺറിലേറ്റഡ്. എക്സ്ക്ലൂഡ്സ് 2 എന്ന് പറയുമ്പോൾ മേ ബി കോഡഡ് ടുഗെദർ, ദേ ക്യാൻ കോ എക്സിസ്റ്റ് എന്നാണ്. അതായത് എക്സ്ക്ലൂഡ്സ് 1 എന്ന് പറഞ്ഞാൽ ഡു നോട്ട് കോഡ് ടുഗെദർ, പക്ഷേ റെയർ കേസസിൽ ഇപ്പോൾ ഡോക്യുമെൻറ്റേഷനിൽ ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യാണ് ദീസ് ആർ അൺറിലേറ്റഡ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് കോഡ് ചെയ്യാവുന്നതാണ്. എക്സ്ക്ലൂഡ്സ് 2 എന്ന് പറഞ്ഞാൽ ഇത് ക്യാൻ ബി കോഡഡ് ടുഗെദർ, അത് ഒരുമിച്ച് കോ എക്സിസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ആർ ഹൈ, വി ക്യാൻ കോഡ് ബോത്ത് ഓഫ് ദെം. ഇനി ഒരു ബ്രീഫായിട്ടുള്ള ഒരു വേർഷൻ പറയുകയാണെങ്കിൽ എക്സ്ക്ലൂഡ്സ് 1 എന്ന് പറഞ്ഞാൽ കാൺ കോഡ് ടുഗെദർ, സെയിം കണ്ടീഷൻ എന്ന് പറയാം. അലൗഡ് ഓൺലി ഇഫ് ഡോക്യുമെൻറ്റഡ് ആസ് അൺറിലേറ്റഡ്. എക്സ്ക്ലൂഡ്സ് 2 എന്ന് പറഞ്ഞാൽ ക്യാൻ കോഡ് ടുഗെദർ, ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ആയിരിക്കും. So I am conducting a CPC preparation class. 15 days ആണ് ഡ്യൂറേഷൻ വരുന്നത്. കംപ്ലീറ്റ്ലി ഓൺലൈൻ ഇൻഡിവിജ്വൽ ക്ലാസ് ആണ്. ഫോർ മോർ ഡീറ്റെയിൽസ് either എനിക്ക് മെയിൽ ചെയ്യാം medcoda0907@gmail.com അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഹാൻഡിലായ മെഡിക്കൽ കോഡ സർട്ടിഫൈഡിൽ DM ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹോപ്പ് ദ വീഡിയോ ഇസ് ഹെൽപ്ഫുൾ. ഇനി ഇതുപോലുള്ള ടോപ്പിക്കുകൾ സജഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ബിലോ. Also don't forget to like, share and subscribe.